അങ്ങനെ ക്രിസ്മസിൻ്റെ അന്ന് രാവിലത്തേടമാണ് കേട്ടോ. ഞാനും മാമി എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരും സുഷുപ്തിയില്ല. ഞങ്ങൾ എഴുന്നേറ്റ് വന്നു. ഫ്രീസറിനകത്തിരുന്ന ചിക്കനും ബീഫും ഒക്കെ എടുത്ത് വെളിയിലോട്ട് വെച്ചിട്ടുണ്ട്. മാമി ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട്, സവാള എടുക്കുക. പിന്നെ ചിപ്പിക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ട്, 7:30 ആകുമ്പോഴത്തേക്ക് പോകണം. ഇവിടുന്ന് ഒരു ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ബസ്സിൻ്റെ സൗകര്യം കുറവായതുകൊണ്ട്, അതും പ്രത്യേകിച്ച് ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ഇന്ന് ബസ് ഇല്ല. അതുകൊണ്ട് നമ്മളുടെ ഓട്ടോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അവൾക്ക് പോകണം. പിന്നെ മാമിയും കൊച്ചുകളും ഉണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ജാനിക്കുട്ടിയും കുക്കുവും കുഞ്ഞോനും മാമിയും മാമനും അവിടുത്തെ മാമനും കൊച്ചോളുടെ അച്ഛനും എല്ലാവരും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴൊക്കെ വരും, എങ്ങനെയൊക്കെ വരും എന്നൊന്നും അറിയത്തില്ല, എല്ലാവരും വരും. പിന്നെ മാമിക്ക് ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നിട്ട് വയ്യാഴിയൊക്കെയാണ്, മരുന്നൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് നോക്കട്ടെ എന്നാ പറഞ്ഞേക്കും. അതൊക്കെയാണ് ഇന്ന് രാവിലത്തെ വിശേഷം. അപ്പോൾ നമ്മൾ മാവൊക്കെ റെഡി ആയിട്ടിരിക്കും. അപ്പം ഉണ്ടാക്കണം, ചിക്കൻ കറി വെക്കണം, ബീഫ് റോസ്റ്റ് ചെയ്യണം, സവാളയൊക്കെ പൊടിച്ചിട്ടിരിക്കും. മറ്റേലും വേണ്ട. അപ്പൊ നമ്മുടെ ഇത്തവണത്തെ ക്രിസ്തുമസ് കാണാൻ ദൈവം അനുവദിച്ചു. അപ്പൊ രാവിലത്തെ ഡോക്ടർ റെഡി ആക്കട്ടെ. പറ്റുന്ന പോലൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കാം കേട്ടോ. മോനിക്കുട്ടിന് എഴുന്നേറ്റില്ല, സുഖം ഉറക്കോ. പാല് തേക്കാൻ അങ്ങോട്ട് ഇറങ്ങാൻ വയ്യായിരുന്നു, നല്ല തണുപ്പായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ഈ കുപ്പായൊക്കെ എടുത്തിട്ട്. മാമി ചൂടെടുക്കുന്നതിന് ജനൽ വരെ തുറന്നിട്ട് എനിക്ക് തണുക്കുന്നു. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഷ്ടമുണ്ടെന്നോ തമ്പുരാൻ എഴുന്നള്ളുന്നു. ഇനിയും കൊച്ചോളും ചിപ്പി ഉറങ്ങും എഴുന്നേറ്റ്. വരുന്നുണ്ട് ഞങ്ങളെ ഞങ്ങളുടെ കാരണവൻ എഴുന്നേറ്റ്. ഹാപ്പി ക്രിസ്മസ്. അദ്ദേഹത്തിന് രാത്രി 12 മണിക്ക് വിളിച്ചു ഹാപ്പി ക്രിസ്മസ് പറയാൻ. ഇന്നലെ ഞാൻ ചോദിച്ചു, പൊന്നിന് വിഷമമില്ലായിരുന്നോ അച്ചാച്ചൻ പോയപ്പോഴും? അന്നേരം പറയാം, നേരത്തേക്ക് വിഷമം ഉണ്ടായിരുന്നു, ഇപ്പൊ പോയപ്പോ ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം കരഞ്ഞൊന്നുമില്ല. പ്രാവശ്യം കരച്ചിലൊക്കെ ആയിരുന്നു രാത്രിയിലൊക്കെ. പക്ഷേ അച്ചാച്ചൻ അടുത്ത മാസം വരുമെന്നൊക്കെ പറഞ്ഞുണ്ടായിരുന്നു. ജനുവരി വരും. അവധിയുണ്ടോ? ചിപ്പിക്ക് പോകണ്ട. ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് കറി വെക്കണം, ബീഫ് റോസ്റ്റ് ചെയ്യണം. 8 മണിക്ക് ഉണ്ടാക്കിയതല്ലേ എങ്ങനെ വേവുന്നത്? കഴിക്കാറാകുമ്പോ വേവണ്ടേ? ചോറ് വെക്കാനുണ്ട്. നമുക്ക് ചട്ടി വല്ല വാഴക്കുമ്പോ വല്ല തോരനും വാഴക്കുമ്പോ നിൽക്കണം. പോകട്ടെ. ഇന്നലെ പോകത്തില്ല, നാളെ പോകും. ഈ കൂമ്പ് സവാള പൊടിച്ചേ. കൂമ്പ് പൊടിച്ചില്ലെങ്കിൽ മാമിയ വരാൻ നിൽക്കുവായിരുന്നു. കൂമ്പ് പൊടിച്ച് എനിക്ക് പറ്റത്തില്ല. വണ്ണം വെക്കത്തുള്ളൂ കായ്ക്ക്. മഞ്ഞ നമുക്കത് ഓരം വെക്കാം. പിന്നെ മാമി വന്നാ സാധനം വെച്ചായിരുന്നു, അത് മിക്കവാറും വെക്കാൻ കൊള്ളാം. മെഴുക്കുവരട്ടി മാവ് വെച്ചില്ല, തോരൻ വെച്ച് തരാം. ഇഷ്ടപ്പെട്ടു. ഒരോ വിത്ത് അമ്മയുടെ കൈ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും അമ്മ നടട്ടെ. നോക്കാനോ പിന്നെ ഇഷ്ടം പോലെ ഉണ്ടാകുമല്ലോ.
അതൊക്കെ പണ്ട് മോൻ ഇത് കണ്ടിട്ടില്ല? കണ്ടിട്ടേ ഇല്ല അമ്മ ഇത്. അയ്യോ, പണ്ട് വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന ചോളം ഇത്, പിന്നാണെങ്കിൽ ഒരു ഒരു പുളിയുടെ കൂട്ടിയിരിക്കുന്ന ഒരു സൈസ് പയറുണ്ടല്ലോ, വാളരിപ്പയർ. വാളരിപ്പയറല്ല, വേറെ ഉണ്ട്, കൊലയാടി പുളി പോലെ പച്ച പച്ച പച്ചയാണ് തന്നെ ഓർത്ത്. എനിക്കുണ്ടല്ലോ എനിക്ക് മോളെ ഞായറാഴ്ച അവധിയല്ലോ, അന്ന് നേരത്തെ ഉണ്ട്. ഒരു ശകലം ഉറക്കം വരത്തില്ല. ഞാൻ ഓർക്ക് വന്നാൽ ഇച്ചിരൂടെ കഴിയട്ടെ, പറ്റത്തില്ല. അന്നേരം എഴുന്നേക്കാം. അതൊരു എഴുന്നേക്കാൻ നമുക്ക് ഉറങ്ങാനേ പറ്റത്തില്ല. ഓട്ടോക്ക് വരുമോ? അവളുമാരെ എഴുന്നേക്കാൻ. ഗുഡ് മോർണിംഗ്, ഹാപ്പി ക്രിസ്മസ്. മോനുകുട്ടൻ സവാള അരിയുന്ന ജോലി ഏറ്റെടുത്തിട്ടുണ്ട്. മാമി അതെല്ലാം പൊളിച്ചു കൊടുത്തു. മോളെ ഒരുങ്ങുന്നില്ലയോ? ചിക്കൻ ഇന്നലെ കഴിയില്ലയോ? ഒന്നുകൂടെ കഴിയാ. ഇഞ്ചി അരിയാൻ ഒരാള്, വെളുത്തുള്ളി അരയ്ക്കാൻ ഒരാള്, സവാള അരിയാൻ ഒരാള്. എന്നാ ഞാൻ വെള്ളം വരെ എടുത്തു കൊടുത്ത എൻ്റെ കൊച്ചിന് ജോലിക്ക് പോവാൻ. നമ്മുടെ കൊച്ചുമോൾ അപ്പം ചുടൽ ഏറ്റെടുത്തിട്ടുണ്ട്. മോനുകുട്ടൻ കാരണവർ ഇവിടെ ഉണ്ട്. 10 മണിക്കല്ലേ ജോലി ചെയ്യുന്നു. ഉച്ചഭക്ഷണം കഴിക്കും, 10 മണിക്ക് രാത്രി കുറച്ചു അങ്ങനെ സമയം കിട്ടുമ്പോൾ ഞങ്ങളിവിടെ ചിക്കനും മട്ടനും ഒക്കെ കേട്ടോ? അമ്മമ്മ എഴുന്നേറ്റോ നോക്ക്, നോക്ക്. ആ ആ എന്നിട്ട് ഹാപ്പി ക്രിസ്മസും പറഞ്ഞിച്ചു വായു. മോനുകുട്ടൻ്റെ ട്യൂഷൻ ടീച്ചറിന് കേക്കും കൊണ്ടുപോകും. ചിക്കൻ ആവട്ടെ. പയറിട്ട് വെക്കാവുന്നു. വാഴക്കൂമ്പ് തോരൻ. അപ്പൊ അരിഞ്ഞു വെച്ച് കുറച്ചെടുത്താൽ മതിയല്ലോ. അന്നേരം ഒത്തിരി ചിപ്പി ജോലിക്ക് പോയി. മോനുകുട്ടൻ സൈക്കിൾ ചവിട്ടാൻ ഇറങ്ങി. ഞങ്ങള് ചിക്കനും ബീഫും ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അമ്മ ഇങ്ങോട്ട് വന്നില്ല. രാവിലെ എഴുന്നേറ്റ് അവിടെ പ്രാർത്ഥനയൊക്കെ നടത്തുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ വരും. ഒരു കഷ്ണം കേക്കെടുക്കാം. ഞാനിക്കുട്ടി പൂക്കുമൊക്കെ എഴുന്നേറ്റ് റെഡിയാവുന്നൊക്കെ ഉള്ളു. എപ്പോൾ എത്തുമെന്ന് അറിഞ്ഞുകൂടാ.
പിന്നെ അരി അടുപ്പയിലിട്ടതാ. തിളപ്പിച്ച് വെച്ചിട്ട് വേണം നമുക്ക് ബീഫ് വെക്കാൻ. കൊച്ചുമോട് ഉടുപ്പാലെല്ലാം 1/2 കിലോ മാവുണ്ട്. വെള്ളം ഒഴിച്ച് മോനും കുഞ്ഞാനും വരാൻ കല്ല് വെക്കി ഇടാനും ഞാൻ ഇറങ്ങിയത്. നമ്മളല്ലെങ്കിൽ പോകുന്നു. വാഴക്കൂമ്പ് പിടിക്കാൻ പോകും. വാഴക്കൂമ്പ് ചക്ക വിളഞ്ഞിട്ടുണ്ട്, പക്ഷേ അമ്മയുടെ അഭിപ്രായത്തിൽ അതായിട്ടില്ല, അതുകൊണ്ട് എടുക്കുന്നില്ലെന്ന്. ഒരാൾ കുളിച്ച് സുന്ദരനായി വരുന്നു. എന്തോ ഇതൊരു മണോ അതിന്റെ ദൈവമേ. ആ ക്രീമെല്ലാം എടുത്ത് വരട്ടിയത്. മാറി ഇനി മാറും മോനുകുട്ടാ. മറ്റേ ചെറുത്, ആ ചെറുത് മതി മാമി. ആ അത് വെച്ചേരാം. ചേച്ചി 5 ദിവസം 6 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വർഷം. ആ അതെ. കൊല്ലടാ അത് മക്കള് ചിലപ്പോ ഓർക്കാതെ. മോനെ അവിടെ ഒന്ന് മുറ്റം തൂത്തു അപ്പാക്കി. ഞാൻ വന്ന് ഇതെല്ലാം ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഞാനങ്ങ് എടുത്തോണ്ട് പോകുമ്പോ അവിടെ വന്നങ്ങ് താമസിക്കുവന്ന്. നമ്മുടെ വാഴക്കൂമ്പ് അടത്താൻ പോവുകയാണ്. മാമി വരാൻ ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. ആ താഴെ അല്ലേലും പോയി എടുക്കണം. വാഴക്കൊമ്പിങ് എടുത്തോ. ഒരു കൊച്ചവൾ അപ്പുറത്തായിരിക്കും. അങ്ങോട്ട് തൂക്കല്ലേ കയ്യിൽ പഴുത്തതൊക്കെ ഉണ്ട്. ചിക്കൻ കറി ആയെന്ന് നോക്കട്ടെ. അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ വയ്യ, അതുകൊണ്ട് കഴിക്കാനുള്ളത് അങ്ങോട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചേ. നോക്കട്ടെ. ഇങ്ങോട്ട് നടന്ന് വരാൻ വയ്യാന്ന്. രാവിലെ അവിടെ എന്തോ പണികളായിരുന്നു, അതോ ശ്വാസം മുട്ടൽ. പൊന്നമ്പാ. ആ അവള് പോന്നേന്. കൊച്ചോക്ക് മുറ്റം തൂക്കാൻ ഒരു കൂട്ട് വേണോന്ന് ആരെയാ വിളിക്കുന്നത് ഇപ്പം? കുഞ്ഞോ വന്നല്ലോ. എന്റെ പൊന്നു വെട്ടമില്ല, വെട്ടത്തിൽ അങ്ങ് കാണിക്കട്ടെ. അമ്മയ്ക്ക് കഴിക്കാനുള്ളതൊക്കെ കൊടുത്തു. മാമിയും കുക്കും കുഞ്ഞനും ജാനിക്കുട്ടിയും വന്നിട്ടുണ്ട്. നമുക്ക് കഴിക്കാം. ചായ ഇടും കേട്ടോ.
അമ്മമാരൊക്കെ വരും. ചായക്കാരി ഞാൻ ഇട്ടു. ഞാൻ ഇനി അത് നോക്കി പൊടിയൊക്കെ ബക്കറ്റൊക്കെ കലത്തോടെ എന്താണ്ട് സഞ്ചിയൊക്കെ എടുത്ത് ഇതിനകത്ത് ഇടുന്നുണ്ട്. അത് ടീബായി. മറ്റേ ചായ നിങ്ങൾക്ക് ആർക്കും അത്ര ഇഷ്ടമല്ലേ, മസാല ചായ. ആരും ഇഷ്ടമല്ലെന്ന് നീ വലിയ പറഞ്ഞല്ലോ. പൊക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചായ മസാല ചായ. അത് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിട്ടെ. അത് മധുരമില്ലാത്ത അത് അമ്മയ്ക്ക്. പോടാ കുഞ്ഞോ ഇത്. ജാനിക്കുട്ടിക്ക് വേണ്ടേ? കുറവാ നാമി. കുഞ്ഞു നോക്കുന്നൊക്കെല്ലാം എഴുതിയ വാങ്ങിക്കുന്നത്. ഹാപ്പി ക്രിസ്മസ്. ഹായ്. കഴിയോ? ആ അല്ല മാമിയല്ല കൊച്ചോള് കൊടുത്ത. ഹാപ്പി ക്രിസ്മസ് പറ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് പറ. കൊണ്ട് പറയാൻ കൈ കുട്ടിയിടിച്ച് കുഞ്ഞിന് ചിരിക്കണോ കരയണോ എന്നറിയത്. അയ്യോ അന്ന് വരെ കേട്ട് ഫോണിന്റെ ആവശ്യം. പ്രസന്റായിട്ട് തന്നതാട്ടോ. പ്രസന്റായിക്ക് താങ്ക്സ് പറയണേ. ഞാനും പറയും. ആ പറ. ഇത് കുഞ്ഞോയ്ക്ക് കൊടുക്കും. കുഞ്ഞോ പോയോ? നോക്കട്ടെ. മമ്മി ഇതുണ്ട്. നമുക്ക് കിട്ടി. അത് വിറ്റേടുന്ന അതിന്റെ ഡിസൈൻ കണ്ടോ? ഓ മാമി ഇരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. രാമനെ മടി വെച്ചു. ചിരിച്ചോ? ആ ശ്വാസം പിടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ചിരിച്ചു മടി. 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചു. മാമി അങ്ങ് വീട്ടിൽ പോകാൻ ഇറങ്ങിയതാണ്.
ചക്ക വിളഞ്ഞെന്നും പറഞ്ഞ് ഞങ്ങൾ വെട്ടിക്കൊണ്ട് വന്നതാ. പക്ഷെ വിളഞ്ഞില്ല, വിളഞ്ഞില്ല. അമ്മ അന്നേരേ പറഞ്ഞു വിളഞ്ഞില്ല. അന്നേരം ഇല്ലില്ല, അവൻ വരത്തില്ല. വാഴക്കൂമ്പേനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കത് തോരൻ വെക്കാം. ചക്ക വെട്ടുന്നുണ്ട് അവിടെ. ചക്ക എടുത്തോണ്ട് വരുമ്പോഴത്തേക്ക് ഇതങ്ങ് തോരനാക്കാം. കൊച്ചോളം തേങ്ങയൊക്കെ തിരുമ്മി വെച്ചേക്കുന്നു. തോരന് അരയ്ക്കാൻ പോകണം. ബീഫ് വെന്തില്ലായിരുന്നു. ഞാൻ 2 വിസിലൂടെ അടുപ്പിച്ചാണ് വെച്ചേക്കും. ഇനി നമുക്ക് തോരൻ വെച്ചിട്ട് ബീഫ് എടുക്കാം. മോര് കറി. മാമനും അങ്ങ് പോയി. മാമിക്ക് ഞാൻ പറഞ്ഞില്ലേ ഗുളിക കഴിച്ച് തീരെ വയ്യ, അതുകൊണ്ട് കിടക്കാൻ പോകുന്നു പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അമ്മയും കഴിച്ചു കഴിഞ്ഞ് അങ്ങ് പോയി കേട്ടോ. വരുന്നില്ലെന്ന് പറഞ്ഞ ആളാ. ജോലിയാ. മാമിയും മാമനും ഒക്കെ വന്നിട്ട് പോയി. സോമിനി മാമിയും വിജയ മാമനും ഒക്കെ ഇവിടെ ഉണ്ട്. മാമിക്ക് വയ്യാലോ, മാമിക്ക് മരുന്ന് കഴിച്ച് വയ്യാതിരിക്കുവോ, കിടക്കണമെന്നും പറഞ്ഞ് അങ്ങ് പോയി. കൈക്ക് വേദനയൊക്കെ. അത് സെറ്റിങ്സിനകത്ത് കിടപ്പുണ്ട്. വാഴക്കൂമ്പെല്ലാം അരിഞ്ഞ് അരപ്പൊക്കെ പരത്തി വെച്ചെങ്കിൽ നമുക്ക് കടുക് വറുത്ത് അതിനകത്തോട്ടിട്ട് റെഡിയാക്കി. കടുക് വറുക്കാനുള്ള ഉള്ളി ആയിരിക്കും. ജാനിക്കുട്ടി എനിക്ക് സമ്മാനം കൊണ്ട് ഇനി എന്തുവാ, ചക്ക വേവിക്കണം അല്ലേ? തേങ്ങ എന്തെങ്കിലും ബാക്കി കൂമ്പ് തോരനെല്ലാം റെഡിയാക്കി നമ്മൾ വേവാൻ അടച്ചു വെച്ചേക്കുന്നു. ഇനി മോരുകറി വെക്കാൻ പോലെ തൈരൊക്കെ ഉടച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. പതിവില്ലാതെ രാവിലെ എഴുന്നേറ്റു. ജോലി എനിക്ക് അങ്ങ് തളരുന്നു ദേഹം കിടക്കാൻ. ഞങ്ങളിവിടെ വലിയൊരു ജോലിയില്ല പൊന്നു. ഇത് തിന്നാ നമ്മുടെ വയറ്റിലെ മുടിയും എല്ലാം പോകും. കാരണം ഇതിനകത്ത് ഒരുപാട് നാരുള്ളതാ. എന്താണ്ടൊന്നു ഒരു ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? മോരുകറിയും റെഡിയായി കേട്ടാ. ഒരാള് ഭയങ്കര വണ്ടിയോട്ടം. ഒരാളിവിടെ വന്നിരിക്കോ, പാചകം പഠിക്കും. ഓ എന്റെ ദൈവം, പാചകം പഠിക്കുവോ ജാനിക്കുട്ടി? ഞാൻ കുഞ്ഞു എത്തു. ഹായ് പറഞ്ഞേ എല്ലാവർക്കും. ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. പാപ്പിന്ന് മാത്രമേ ഉള്ളൂ. ഒരു മോരുകറി വെക്കുമായിരുന്നു മാമി. സ്ഥലമില്ല, ഇന്ന് അവിടെ ഇരിക്കാൻ സ്ഥലമില്ല. കൊന്നു ചേർത്തോണ്ടിരിക്കുവായിരുന്നു. കടുവ വറുത്തന്നെ, കടുവ വറുത്തിട്ടേ ഇനി അതുകൊണ്ട് ഇച്ചിരി തൈര് അതിനകത്ത് ഒഴിച്ചെടുക്കണം. ഉള്ളി എത്ര വേണ്ടായിരുന്നു കടുവ വറക്കാനായിട്ട്. മതി വെച്ച ഇന്ന് ഈ ഉള്ളിയോടെ അതിനകത്ത്, ഇനി ചോന്നുള്ളിയും കൂടെ അതിനകത്തിട്ട് എന്നിട്ട് ഇച്ചിരി നേരം കൂടെ മൂപ്പി കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞേ. റെഡി റെഡി പറ, റെഡി. കരിച്ചേക്കും.
രാവിലെ എന്റെ വയറ് കയറി കിടന്ന് മാമി എന്റെ വയറ് കയറി ഇങ്ങോട്ട് ചാടുക. ഞങ്ങൾ ജാനീനെ വിളിച്ചേ ഒന്നും കൂടെ കൊച്ചോളെ വിളിച്ച് മാമി വിളിച്ച് പൗച്ചിനകത്ത് കുറെ മുത്ത് ഈ കുഞ്ഞു മുത്ത് ഇങ്ങനെ ബോക്സ് പോലെ ആക്കി അതിനകത്ത് വെക്കുവായിരുന്നു. മാമി അത് ഓർണം കേടായി പോയപ്പോ മാമി അത് നോക്കിയപ്പോ ഇത് അതിനകത്ത് ഇരിക്കുന്നു. എനിക്ക് അറിയത്തില്ല, ചുമ്മാ അത് തുറന്നു നോക്കിയപ്പോഴും ഈ മുത്തും പൗച്ചും അതിനകത്തുണ്ടായിരുന്നു. രണ്ടാമത് കിട്ടി. ഒരു ചക്ക എടുത്തോണ്ട് രണ്ടുപേരും കൂടെ കുറെ മണിക്കൂറായിട്ട് കഥയും പറഞ്ഞ് ഇവിടെ ഇരിക്കുക. നല്ല രസമാണല്ലോ. നമ്മളവിടെ എന്താ പിന്നെ എന്നെയും ഭാഗ്യ പോലെ ഞങ്ങൾ എഴുതാൻ നേരത്ത് ഇങ്ങനെ കഥ പറഞ്ഞോണ്ടിരിക്കും. എന്നിട്ട് ടീച്ചർ വന്നിട്ട് ആ ഇവിടെ ആരെയാണല്ലോ എന്നിട്ട് പറയും ഇങ്ങനെ പറയും. ചക്കയൊക്കെ അരിഞ്ഞെടുത്തോണ്ട് വന്നു. നമുക്ക് വേവിക്കാം. എന്തേ ഒരാള് സവാള ഇളക്കി ക്ഷീണിച്ച് നിക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്ക്. കമാൺ. വെളുത്തുള്ളി ചതച്ചതാ കണ്ടിരിക്കുന്നു. കപ്പയ്ക്ക് അരയ്ക്കാനുള്ളതിൽ എടുത്ത് വെച്ചേക്ക. കപ്പ വെച്ചില്ല അടുപ്പയിലോട്ട്. സോറി, ചക്ക വെച്ചില്ല, വേവിക്കണം. അതിന് അരപ്പൊക്കെ അരയ്ക്കാനുള്ളത് എടുത്ത് വെച്ചേക്കും. നമുക്ക് കപ്പയ്ക്ക് എന്താണോ പറയാ ചക്ക. ഇവിടെ ഒരാള് വലിയൊരു ജോലിയിലാണ്. ചക്ക പെറുക്കിയതിന്റെ ക്ഷീണത്തിന് കേക്ക് കഴിച്ചോളാം. കൂട്ടി വെക്കോ അങ്ങനെയാണ്. ഫോട്ടോ എടുത്തേ വീഡിയോക്ക് എടുക്കുന്നതിനകത്താണ് സമയം ഉണ്ടോ ഇവിടെ? പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാം റെഡി ആയിട്ടോ. മാമിക്ക് വയ്യാഞ്ഞോണ്ട് അങ്ങ് പോയില്ലേ. അപ്പോൾ ചോറും കറികളും ഒക്കെ ഞാൻ കൊടുത്തു വിടാൻ എടുക്കുമായിരുന്നേ. എന്തിനാ പോനായേ? എന്തിനാ? നമ്മുടെ ഉച്ചക്കലത്തേടം റെഡിയായി. ചക്ക വേവിച്ചത്, ബീഫ് റോസ്റ്റ് ചെയ്തത്, മോര് കറി, പിന്നെ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ, ചിക്കൻ. എന്താ പൊന്നു? സോമിന് കുളിച്ച് സുന്ദരിയായിരിക്കുകയാണ്. അത്രയും സുന്ദരിയാ. എനിക്ക് സുന്ദരിയാ. ഒരുങ്ങട്ടടി. എന്തുവാ? ഒരു കുറവ് ലക്ഷ്യമിട്ടു അന്താരാഷ്ട്ര സംഘത്തിന്റെ ബന്ധം വേറൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ.
താങ്ക് യു. കുഞ്ഞോ സൂപ്പറാണോ? കുഞ്ഞോ സൂപ്പറാണോ? സൂപ്പറാന്ന് പറഞ്ഞേ. തെളിയും ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോ പോലീസിന്റെ നടപടികൾ എങ്ങനെയാണ് വ്യത്യസ്തം? കോളേജിന് അടുത്ത് വെച്ചിട്ടാണ് ശരി, ഇതിനെന്താ സ്ഥാനം? ഇപ്പോൾ കോട്ടയത്ത് നിന്ന് വേഗം നൽകിയത് UDF കൺവീനർ അടൂർ പ്രകാശ് ഇപ്പോൾ തത്സമയം We want to hear from you. Eligibility criteria: consistent എന്തിയെ academic മാമൻ? with at least 60% മാമൻ എന്തി? from 10th standard onwards. പോവാ. From a reputable institution. ചിപ്പി എൻ്റെ കൊച്ചോള് തൂത്ത് വാരി തണ്ട വേസ്റ്റ് കൊണ്ട് കളയാൻ പോവാ കേട്ടോ. പിന്നെ ഇവിടെ തണ്ട ഒരാൾ പാത്രം കഴുകുന്നുണ്ട്. എല്ലാവരും ജോലിയിലാണ്. ജോലി ചെയ്യാതൊക്കെ മടിച്ചിരുന്നവരൊക്കെ ഇപ്പം നമ്മൾ മടിയൊക്കെ മാറ്റി. എന്നാ എനിക്ക് പിന്നെ ഞാൻ തരത്തില്ലയോ? ഇത് നീ ആക്രമിക്കുന്നു. കുഞ്ഞോനും കൂടെ കൊടുക്കും. അയ്യോ കുഞ്ഞ് ജാനിക്കുട്ടിക്ക് കൊടുക്കും. അല്ല കളെ എന്നാ അവന് തിന്നാൻ പറ്റും. മാമൻ ചോറൊന്നുകൊണ്ടില്ല. ചക്ക വെന്തപ്പോഴത്തേക്ക് അതും കുറച്ച് ബീഫും ഒക്കെ എടുത്ത് കഴിച്ചു. ഇപ്പോൾ പോകാനിറങ്ങും. അമ്മ അങ്ങോട്ട് പോയി. ഇനിയിപ്പോൾ ഞങ്ങളെല്ലാം ഒന്ന് വിശ്രമിക്കട്ടെ. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങുമായിരുന്നു. ഇപ്പോൾ ഞാനിപ്പോഴും എഴുന്നേറ്റ്. ഇവിടെ രണ്ടുപേരും വേണ്ട ചക്കക്കുരുവും കൊണ്ടിരിക്കും. ചക്കക്കുരു തോരൻ വെക്കാൻ നല്ലേ. ഇച്ചിരൂടെ വിളഞ്ഞായിരുന്നു. അമ്മയും മോനും ഭയങ്കര ഉറക്കമായിട്ട്. മോനെ ഉറക്കാനാ ഞാൻ പറഞ്ഞു. അമ്മ കൂടെ കിടന്നങ്ങ് ഉറങ്ങി. അങ്ങനെ നമ്മുടെ ക്രിസ്തുമസ് കഴിഞ്ഞ പ്രിയങ്ങളെ. മുത്തുമണി ഇല്ലാത്ത ക്രിസ്തുമസ്. പിന്നെ നമ്മുടെ ചിപ്പിക്കൊച്ച് ഡ്യൂട്ടിക്ക് പോയി. ഞങ്ങൾ ഫോട്ടോ ഒക്കെ സ്റ്റാറ്റസ് ഇട്ടപ്പം ഒരു സ്മൈലിയൊക്കെ അയച്ചു. കാണുന്നുണ്ട് എന്നുള്ള രീതിയിൽ. വയലറ്റ് കളർ അത് കഴിക്കേ. ഇല്ല, ചായ കുടിച്ചില്ല. ചായ ഇടാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഞങ്ങളുടെ ചിപ്പി കൊച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന. എൻ്റെ കൊച്ച് പാവം ക്രിസ്തുമസിന് ഞങ്ങളുടെ കൂടെ അടുത്തിരുന്നു. ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് മതി മോനെ. ക്രിസ്മസിന്റെ ആണ്. എന്താ മക്കളെ? ആ പകുതി ഉണ്ടോ? ആ ആ മാമിയുടെ പൊന്നമ്പിളി ചെടികൾക്കൊക്കെ മാമി കുടിക്കാൻ വെള്ളം കൊടുക്കുകയാണ്.
ഇന്ന് രാവിലെ നല്ല വെളുത്ത സുന്ദരിയായി നിന്ന് ചുമന്നു. ചേഞ്ചിങ് റോസ. ചേഞ്ച് ചെയ്യുന്ന റോസ, ചേഞ്ചിങ് റോസ. എന്തൊക്കെ പേരാണോ. കൊച്ച മുറുക്കെടുത്തോണ്ട് പോടി. താഴെ ഇരിക്കും, പാദത്തിന് താഴെ കവറിനകത്ത്. ഇവിടെ നിർത്തിയാക്കാൻ ഒക്കത്തില്ല അമ്മ. തത്തമ്മ വന്ന് കൊത്തി തിന്നു. ഇന്നലെ ഒരു 4-5 പേരുണ്ടായിരുന്നു. വെള്ള പോലത്തെ വലുത് അപ്പുറത്തേക്ക് ഇത് അതിന്റെ നീളത്തിലുള്ളതായിരുന്നു. 3-4 ഇത് നല്ല വലിയതാവുന്നതായിരുന്നു. വലുതാ, ഇച്ചിരി അങ്ങോട്ട് വിളയാനൊക്കത്തില്ല. എന്റെ പൊന്നു മോനുകുട്ടാ അമ്മമ്മ എടുക്കും. ആ ലൈറ്റ് ഇട്. ടോർച്ച് ഫോൺ എടുത്തോ. ആ ഇവിടെ എല്ലാരും കൂടെ ഏണിയും പാമ്പും കളിക്കും. അവന്റെ ഇടയ്ക്ക് നമ്മൾ കാര്യം കാണിക്കാമേ. ഒരു കാര്യം കാണിക്കാം. എന്റെ കുഞ്ഞോട്ടി അമ്പലത്തിലെ വെടിക്കെട്ട് കുറച്ച് കാണാം. മരമൊക്കെ നിൽക്കുന്നുണ്ട്. ക്ലിയർ അല്ല, അത് നല്ല രസമുണ്ട്. ഹായ് നോട്ട് പിള്ളേര് പോയിട്ട് വാ, വണ്ടി എടുത്തോണ്ട് പോയിട്ട് വാ. എല്ലാവരുടെയും ചാട്ടവും മറിച്ചിലും ഒക്കെ കഴിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുക കണ്ടോ. കുഞ്ഞോ ഉടുപ്പെല്ലാം ഊരി കളഞ്ഞിട്ട് നടക്കുന്നുണ്ട്. കുഞ്ഞോയെ കാണിക്കുന്നില്ല. എന്തോ ഒരാൾ ഉടുപ്പൊക്കെ ഊരി കളഞ്ഞ് നടക്കും. ചക്കക്കുരൊക്കെ മാമി അരിഞ്ഞ് റെഡിയാക്കി തന്നിട്ടുണ്ട്. ഇത് വേവിച്ച് വെക്കാൻ പോലും ആർക്കും മതി. എല്ലാരും അങ്ങ് ക്ഷീണിച്ച് ഇന്നത്തെ ജോലിയും പാടുകൊണ്ട്. പിന്നെ ചിലരൊക്കെ കഴിച്ച് കുമ്പ ഇങ്ങനെ ബുമ്മായി ക്ഷീണിച്ചിരിക്കും കേട്ടോ. നമുക്ക് അത്താഴം കഴിക്കാവേ. അപ്പൊ സന്തോഷമുള്ള ഒരു ക്രിസ്മസ് ആയിരുന്നു. ദൈവത്തിന് നന്ദി. പിന്നെ എന്റെ മുട്ടും ആങ്ങളൊന്നും ഇല്ലാത്തതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. ചിപ്പിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഒരു വിഷമേ ഉള്ളായിരുന്നു. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു കേട്ടോ. കഴിക്കാൻ പോവാ കേട്ടോ. കഴിക്കട്ടെ. ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരാൻ മടി. എനിക്ക് കുറച്ച് മതിയാണ് കേട്ടോ. കുറച്ച് മതി കേട്ടോ. കുറച്ച് എന്റെ ചിപ്പി നീ ഇതെടുത്ത് കൊണ്ട് കണ്ടോട്ട് പോയി. അതെ. ഇവിടെ അവിടെ വന്ന് മറന്നു നിൽക്കുവായി. മാമി ചീത്ത വിളിച്ചു വന്ന് എടുത്തോണ്ട് പോയിട്ട് കുറച്ചുകൂടെ കണ്ടുപിടിക്കും. ഉച്ചക്കലത്തെ കറികളൊക്കെ കേട്ടോ. ചിക്കനും ബീഫും ചക്ക വേവിച്ചത്, പിന്നെ അപ്പം ഇരിപ്പുണ്ട്. അപ്പം വേണ്ടവർക്ക് അപ്പം കഴിക്കാം. അതുകൊണ്ട് എല്ലാം കൂടെ അവിടെ കൊണ്ടുവച്ചു. ഇന്നലെ നമ്മൾ ഇരുന്ന പോലെ വട്ടം കൂടി ഇരുന്ന് കഴിക്കാം. കുഞ്ഞോയ്ക്ക് ഉടുപ്പില്ല. ഇപ്പൊ എന്നെ നോക്കി ജയിപ്പിക്കും. പിന്നെ കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.